ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ കേസ് പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ് ഇത്രയും വിവാദമായ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ ഈ നാടിന്റെ വിശ്വാസ സമൂഹത്തിന്റെ തന്നെ വല്ലാതെ ഉലച്ച ഒരു പ്രശ്നത്തിനകത്ത് പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരാളെ ഗവൺമെന്റിന്റെ വക്കീലായിട്ട് പ്രത്യേകിച്ചും ദേവസ്വത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ എടുത്തൊരു തീരുമാനം എന്നുള്ളത് അത് അങ്ങേയറ്റം നിഗൂഢ നിറഞ്ഞ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ച ചോദ്യം, പുറത്ത് പലരും ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജൻപത് 10 എങ്ങനെയാണ് ഈ പോറ്റിക്ക് പോകാനും സോണിയാഗാന്ധിയുമായിട്ട് അടുത്ത് കാണാനും 2 ഘട്ടങ്ങളിൽ അവസരം കിട്ടിയത്? 3 പ്രതികളും ഒന്നിച്ചു നിൽക്കുന്ന ഏക ഫ്രെയിം അതാണ്. അതിനുള്ള ആരാണ് ആ സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിന് ഇതുവരെ കേരളീയ സമൂഹത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നത്തിനകത്ത് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം, അതിന് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകുക എന്ന രീതിയായിരുന്നു. ഗവൺമെന്റിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ആ ഘട്ടത്തിലെല്ലാം ഹാജരായിക്കൊണ്ടിരുന്നത്. ഇവിടെ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഇത്രമാത്രം വിവാദമായ വിശ്വാസ സമൂഹത്തെ വല്ലാതെ ഉലച്ച പ്രശ്നത്തിനകത്ത് ഗവൺമെന്റിന് വേണ്ടി വക്കീലാക്കി നിയമിക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.